ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട 2-3 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. എന്തായാലും വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 2 സെക്കൻഡ് സമയം മാത്രം മതി. ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബും ചെയ്യാം. സോ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡൻ ഹാമിലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ബ്രാൻഡൻ ഹാമിലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. നേരത്തുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയൊരു കോച്ച് വന്നിട്ട് മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്രാൻഡൻ ഹാമിലെ വേണോ വേണ്ടോ എന്ന കാര്യം ഫൈനലൈസ് ചെയ്യത്തുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, മറ്റൊരു ക്ലബ്ബ് കൂടി ബ്രാൻഡൻ ഹാമിലിന് വേണ്ടി രംഗത്തുണ്ടെന്നാണ്. ആ ഒരു ക്ലബ്ബ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. 2 ക്ലബ്ബുകൾ രംഗത്തുണ്ടെന്നാണ്. ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഏതാണെന്നാണ് നമുക്കറിയാത്തത്. എന്തായാലും 2 ക്ലബ്ബുകൾ രംഗത്തുണ്ട്. എനിക്ക് തോന്നുന്നു ബ്രാൻഡൻ ഹാമിലിനെ സൈൻ ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം അതിൻ്റെ ആ ഒരു കളിയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബോൾ കൺട്രോളിംഗ് ഒക്കെ കുറച്ച് പിന്നോട്ടിലോട്ട് ഇരിക്കുന്ന ഒരു താരമാണ്. ബട്ട് ഓവറോൾ നല്ലൊരു ഡിഫൻഡർ ആണെങ്കിൽ പോലും എനിക്ക് ഇതിൻ്റെ ബോൾ കൺട്രോൾ അത്രത്തോളം താല്പര്യമില്ലാത്തൊരു പ്ലെയറാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലോ അല്ലെങ്കിൽ ജപ്പാനിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിലും മികച്ച സെൻറ്റർ ബാക്കിനെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ 2nd ഡിവിഷൻ ലീഗിൽ തന്നെ നോക്കിയാൽ ഇതിനെക്കാട്ടി മികച്ച സെൻറ്റർ ബാക്സാണ്. സോ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ഒരു ഏഷ്യൻ സെൻറ്റർ ബാക്കിനെ നോക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് ശ്രീനിധി തെക്കൻ്റെ സ്റ്റാർ സ്ട്രൈക്കറാണ് ഡേവിഡ് കാഷ്നേഡ മുനോസ്. ഗോളുകൾ അടിക്കാൻ ഒട്ടും മടി കാണിക്കാത്ത താരമാണ്. എന്തായാലും താരത്തെ പൊക്കാൻ മുഹമ്മദ് എസ് ഇപ്പോൾ രംഗത്തുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ മുഹമ്മദ് അൻസിന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും മികച്ചൊരു നീക്കമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3 വർഷമായിട്ട് ഇന്ത്യയിൽ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ശ്രീനിധിയുടെ ടോപ്പ് സ്കോറാണ്. സോ എല്ലാ രീതിയിലും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് മുഹമ്മദ് അൻസിന്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗ്രെഗ് സ്റ്റുവർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ഇന്ത്യയിൽ വന്നിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച പ്ലെയറാണ് ഗ്രെഗ് സ്റ്റുവർട്ട്. നമുക്കറിയാം അദ്ദേഹം ജംഷഡ്പൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഷീൽഡ് നേടിയിരുന്നു. അതുപോലെ മുംബൈയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ കപ്പ് നേടിയിരുന്നു. സോ അങ്ങനത്തെ ഒരു മികച്ച പ്ലെയറാണ് ഗ്രെഗ് സ്റ്റുവർട്ട്. എന്തായാലും ഗ്രെഗ് സ്റ്റുവർട്ട് ചെന്നൈയിലേക്ക് എത്തുമെന്നൊരു ചെന്നൈ ആരാധകർ നമ്മുടെ മാർക്കസ് മെർഗിലോട് ചോദിച്ചു. അതായത് നമ്മുടെ റാഫേൽ ക്രിവിലാറോയും ചെന്നൈ നിലനിർത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഗ്രെഗ് സ്റ്റുവർട്ട് അവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു AMF അവിടേക്ക് വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചെന്നൈ FC ആരാധകൻ മാർക്കസിനോട് ചോദിച്ചു. എന്തായാലും അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. കാരണം ഗ്രെഗ് സ്റ്റുവർട്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ആണ്. അത് ചെന്നൈ FCക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതുകൊണ്ടായിരിക്കാം ചെന്നൈ FC ആരാധകനോട് അങ്ങനെ തന്നെ പറഞ്ഞത്. ഗ്രെഗ് സ്റ്റുവർട്ട് ചെന്നൈയിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിലൊന്നും വിശ്വസിക്കേണ്ടതാണ്. എന്തായാലും ഉടനെ അങ്ങ് CFCക്ക് അവർ AMF പൊസിഷനിലേക്ക് ഒരു വിദേശ സൈനിങ് ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് മാർക്കസ് മെർഗലോ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. കോർണർ ഷീൽഡിനെ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും അതൊരു നല്ല കാര്യമാണ്. സോ അല്ലാതെ വലിയ സൈനിങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അതായത് കോർണർ ഷീൽഡ് അവിടെ താരം തന്നെയാണ്. കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. എന്തായാലും അത് നടന്നു എന്ന് പറയാം. അല്ലാത്തതൊക്കെ നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്.